ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ക്രൈസി ടെക്. എനിക്ക് പറയാൻ പോകുന്നത് ഒരു സിനിമേൻ്റെ റിവ്യൂ ആണ്. ക്രിസ്മസ് തൂക്കിയ അഖിൽ സത്യൻ്റെ സർവമായ നിവിൻ പോളിയുടെ പടമാണ്. നിവിൻ പോളി അടിപൊളി ചെയ്തതാണ്. നിവിൻ പോളിയുടെ കംബാക്ക് ഈ സിനിമയിൽ ഞാൻ നിൽക്കൂല. കാരണം ദിസ് ഫിലിം ഫോർ ഫാമിലി ഓഡിയൻസ് ആൻഡ് ഫീൽ ഗുഡ് മൂവി. കാരണം നിവിൻ പോളി കുറേ ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മളെ മുന്നേ ഈ സിനിമ അവതരിപ്പിക്കണം. മൂപ്പര് 6 വർഷക്കായി 2019 ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞോടെ നിവിൻ പോളിനെ കാണാനല്ല. പിന്നെ ഈ സിനിമയോടാണ് നിവിൻ പോളി കംബാക്ക് അടിച്ചത്. സിനിമക്ക് ചെയ്തത് പക്ഷെ പൊട്ടി. പക്ഷെ ഈ സിനിമ അടിപൊളി. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കും പോലത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പര് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി പറയാനും മൂപ്പര് ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പോലെയാണ് മൂപ്പര് ചെയ്തേറ്റത്. എവിടെയൊക്കെ നമ്മളായി അഭിനയിക്കും പോലെയാണ് മൂപ്പര് ചെയ്തേറ്റത്. അല്ലെങ്കിൽ നിവിൻ പോളിനെ ഒരുപാട് ഇഷ്ടമാണ്. നിവിൻ പോളിയുടെ ഒരു ആക്ടിങ് സ്കില്ല് ചെയ്ത് അടിപൊളി കേട്ടോ. കാരണം ഇതിൽ മൂപ്പര് ഓരോ കോമഡി അറിയുമ്പോഴും ഒരു ഹ്യൂമർ സെൻസും നല്ല ചിരിപ്പിക്കാൻ ഭാഗത്തു നിന്നുള്ള കോമഡി പറയാം. അല്ലാതെ ഒരു പൊട്ട കോമഡി ഒന്നുമല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോൾ 2 വട്ടം കണ്ടു. രണ്ടാമത്തെ വട്ടം കണ്ടപ്പോൾ എനിക്ക് വലിയ തോന്നില്ല. പക്ഷെ ആദ്യത്തെ വട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഈ സിനിമയെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ അജു വർഗീസും അതുപോലെ നിവിൻ പോളിയും അടിപൊളി കോംബോ. ഇതിൽ നിവിൻ പോളി അജു വർഗീസും നല്ല കോംബോ ആണ്. അവർ ഒരുമിച്ചുള്ള സിനിമ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷങ്ങളൊന്ന് കണ്ടുമുട്ടുന്നല്ലാതെ അങ്ങനത്തെ ഒരു കോംബോ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇതിൽ അടിപിടിച്ചു. കാരണം നമ്മൾക്ക് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന നിവിൻ പോളിനെ അജു വർഗീസിനെ അഖിൽ സത്യൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അഖിൽ സത്യൻ്റെ ഡയറക്ഷൻ മോനെ അടിപൊളി. പാച്ചുവിൻ്റെ അത്ഭുത വിളക്ക് അടിപൊളി പാടാണ്. എൻ്റെ ഒരു ഇതിന് അത് അടിപൊളിയാണ്. പക്ഷെ ഒബ്വിയസ്ലി ഒന്ന് പൊട്ടി ചേർന്നിട്ട് പടം. പക്ഷെ ഇത് അടിപൊളി കേട്ടോ. ഇത് ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല ഒരു ഫാമിലി ഓഡിയൻസ് പടത്തിന്. കാരണം നിവിൻ പോളിൻ്റെ കംബാക്ക് ഉണ്ടത്. നിവിൻ പോളിൻ്റെ കംബാക്ക് മറ്റേ എനിക്ക് പറയാനുള്ളത് ഇതിൽ റിയ ഷിബു എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് അഭിനയിക്കുന്നു. അടിപൊളി കേട്ടോ. എന്തൊരു അടിപൊളി. കാരണം നമുക്ക് ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന വിധത്തിന് അഭിനയിച്ച് ഇത് വൃത്തിക്ക് ചെയ്തു തന്നു. എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ബേസ് ആണിച്ചാലും അതുപോലെ ഡയറക്ഷനൊക്കെ അടിപൊളി. നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവി ഇങ്ങനെ വാച്ച് ചെയ്ത് ചിരിക്കാൻ പറ്റിയ സിനിമ. ചിരിക്കാൻ പറ്റിയൊരു സിനിമ 2025 ആലപ്പുഴ ജിംഖാന അങ്ങനെയൊക്കെ കുറച്ച് സിനിമകളെ ചുരുക്കമുള്ളത്. മറ്റേ തുടരൊക്കെ കണ്ടിച്ചാൽ അത് ക്രൈം അങ്ങനത്തെ സാധനമാണ്. പക്ഷെ അടിപൊളി നമുക്ക് ചിരിച്ചിരിക്കാൻ പറ്റൂട്ടോ. പിന്നെ അതൊരു എക്സ്പെരിമെൻ്റൽ സാധനമാണ്. കാരണം ലോകം ഒരു എക്സ്പെരിമെൻ്റാണ് സൂപ്പർ ഹീറോൻ്റെ. ഇത് കഥ നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു കഥ തന്നെ. പക്ഷെ ഇതിനെ നമുക്ക് 2025 നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം. പക്ഷേ നിവിൻ പോളി അടിപൊളിയായിട്ട് ഇല്ല. നിവിൻ പോളി ലുക്ക് കാണിച്ചാലും ഒരു ആക്ടിങ് സ്കില്ല് കാണിച്ചാലും മൂപ്പര് പരമാവധി ചെയ്യുന്നു. പിന്നെ അഖിൽ സത്യനെ പറ്റി പറഞ്ഞാൽ ഡയറക്ഷൻ മോനെ പൊളി ഐറ്റം. ഡയറക്ഷൻ അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ മൂപ്പരച്ഛൻ സത്യനന്ദിക്കാണ്ട് അതേ ഒരു സാധനം. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എനിക്ക് വലിയൊരു ഇതില്ലാത്ത സിനിമയാണിത്. പക്ഷെ കണ്ടപ്പോഴാണ് അങ്ങനെ അടിപൊളി. എനിക്ക് വീടില്ല. പക്ഷെ ഈ സിനിമ അടിപൊളിയാണോ. കാരണം ഇത് നമുക്ക് ഫാമിലി ഓഡിയൻസ് ബബ ഞാൻ കണ്ടിട്ടില്ല. അതിനെ പറ്റി പറയാൻ ഞാൻ ആളുമില്ല. പക്ഷെ ഇത് അടിപൊളിക്കും. ഒരു ക്രിസ്മസ് തൂക്കിയത് എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ്. അപ്പോൾ പിന്നെ ഇതിന് റിയ ഷിബുവിനെ പറ്റി പറഞ്ഞാൽ നല്ല മെയിൻ ക്യാരക്ടർ തന്നെയാണ്. റിയ ഷിബു പറ്റണ പോലെ ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ജെൻസി മറ്റേ പ്രേതം പരിപാടി മറ്റേ പ്രേതം നിവിൻ പോളി തമ്മിലുള്ള കോണ്ടാക്ഷൻ അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ അവർ രണ്ടാളും നന്നായി തന്നു. റിയ ഷിബും നിവിൻ പോളീൻ്റെ കോംബോ അടിപൊളി തന്നു.
അപ്പോൾ ഈ സിനിമ അടിച്ചാപൊളിയാണ്. ഈ സിനിമയ്ക്ക് നല്ലൊരു ഫാമിലി റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ചിങ് തിയേറ്റർ. നമ്മളെ ഹൃദയത്തിൽ തൊടുന്ന പോലത്തെ ഒരു സാധനം, അങ്ങനത്തെ ഉള്ള ഒരു നമുക്ക് ഫീലാവും ഭയങ്കരമായിട്ട്. നമ്മൾ നിവിൻ പോളിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് കുറേ കാലമായിരുന്നു, പക്ഷേ ഇത് അടിപൊളിയാട്ടോ. കാരണം നിവിൻ പോളിയുടെ ഒരു ഫാനാണ് ഞാൻ. പ്രേമം, അതുപോലെ ആക്ഷൻ ഹീറോ വിജു, അതൊക്കെ എപ്പോഴും കാണുമ്പോൾ എന്തോ അടിപൊളിയാണ്. അതുപോലെ തട്ടത്തിൻ മറിയത്ത്, അതൊക്കെ എപ്പോഴും അടിപൊളിയാണ്. പക്ഷേ ഇത് നല്ല ഫാമിലി ഓഡിയൻസ് പടമാണ്. ഇത് നന്നായി ചിരിക്കാനും, നല്ല ചിരിക്കാനുള്ള എല്ലാ സാധനവും. നിങ്ങൾക്ക് നന്നായി ചിരിക്കണം. നിങ്ങൾക്ക് നിവിൻ പോളി ഒരു ഫാനാണ്, നിങ്ങൾക്ക് നിവിൻ പോളിനെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഫാമിലി സ്റ്റൈലിൽ കാണിച്ചാൽ ഇതെടുത്തോളൂ. ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞിട്ട് ഇതന്നെ മൂപ്പര കമ്പാക്ക്. അപ്പോൾ എത്രയൊക്കെ പറയാനുള്ളത്. ഇതിൽ അഭിനയിച്ചവരും അതുപോലെ ഡയറക്ഷൻ ചെയ്ത അഖിൽ സത്യനും അതുപോലെ എല്ലാ ആൾക്കാരും നന്നായി തന്നു. അതിൻ്റെ പാട്ട് അടിച്ചാലും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ റിയാഷിബു അങ്ങനെ പൊടിക്കും. നമുക്ക് ആദ്യത്തെ പടം അടിച്ചാലും നമുക്ക് ആ ക്യാരക്ടർ അങ്ങനെ കിട്ടും. അതാണ്. പിന്നെ കോമഡി എൻ്റെ സ്ഥലത്ത് കോമഡി എന്നു ഒരു ഹൊറർ അങ്ങനത്തെ സാധനം വരുമ്പോൾ അവിടെ എന്നു. പിന്നെ നിവിൻ പോളി 2 ആക്ഷനും ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഇമോഷണലി ഡ്രാമ ഇട്ട് പിന്നെ അതുപോലെ നല്ല കോമഡി ഫണ്ണി ഫാമിലി ഓഡിയൻസ് പടമാണ്. അപ്പോൾ നിങ്ങൾ കാണിച്ച തിയേറ്ററിൽ നിന്ന് തന്നെ മസ്റ്റ് വാച്ച്. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും അടിപൊളി ചെയ്തു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ശരി.